നെറ്റ്ഫ്ലിക്സിലൂടെ പുതിയൊരു പടം വന്നിട്ടുണ്ട്. 'ദി എലിക്സർ'. ഈ സോംബി അപ്പോക്കലിപ്റ്റിക് പടമാണ്. ഒരു നോർമൽ സോംബി പടം എന്ന രീതിയിലാണ് ഞാനിത് കണ്ടത്. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ മടുത്ത ഒരു ജോണറാണ്. സോംബി കണ്ട്, കണ്ട്, കണ്ട് ഒന്നുമില്ല. സെയിം സാധനം തന്നെ നമ്മൾ കണ്ട്, 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 കണ്ട് മടുത്ത്. പക്ഷേ ഇതൊരു ഇന്തോനേഷ്യൻ സോംബി ത്രില്ലറാണ്. ആൻഡ് ദിസ് വൺ വാസ് സോ ത്രില്ലിംഗ്. ടു ബി ഹോണസ്റ്റ് നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഐ തിങ്ക് 2 മണിക്കൂറിന് താഴെ 1 1/2 മണിക്കൂർ എന്തോ ഉള്ളൂ. ആ ഒരു 1 1/2 മണിക്കൂർ നല്ലോണം ഹുക്ക് ചെയ്യിപ്പിച്ചൊരു സാധനം. കാരണം ഇത് ഭയങ്കര റോ ആണ്. ഭയങ്കര ഇപ്പോൾ ഭയങ്കര ഒരു ഒരു സിനിമാറ്റിക് അപ്രോച്ച് എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മളിപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ഇപ്പൊ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. നമ്മുടെ ടെറൈനായിട്ട് ഭയങ്കര അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ കേരളമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. തെങ്ങും കാടും പാടവും ഒക്കെ ആയിട്ട്. സോ അങ്ങനൊരു സ്ഥലത്ത് ഒരു സോംബി ഔട്ട്ബ്രേക്ക് ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കുന്നൊരു പടമാണ്. ഒരു ഒരു റൂറൽ ഒരു വില്ലേജ്, ആ ഒരു വില്ലേജ് ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര മാസീവ് ആയിട്ടുള്ള സ്കെയിലിൽ വലിയ ടൗണിൽ അത് ഉണ്ടാവുന്നു. അവിടെ ഗൺ ഫൈറ്റുകൾ നടക്കുന്നു. അത് ഇത് വെടിച്ചില്ല് സാധനങ്ങൾ അങ്ങനത്തെ ഒന്നുമല്ല. സിമ്പിളായിട്ടൊരു ഒരു നാടൻ നാട്ടിൻപുറത്ത് ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഒരു ഒരു ഫാമിലിയിലുള്ള കുറച്ച് പേരുണ്ട്. ആ ഒരു ഫാമിലിയിലാണ് ഈ ഔട്ട്ബ്രേക്ക് ഉണ്ടാവുന്നത്. അവർ പിന്നെ സെപ്പറേറ്റ് ആയി പോവാണ്. ഒരു പല പല സ്ഥലങ്ങളിലായിട്ട് ഒരു 2, 3 സ്ഥലങ്ങളിലായിട്ട് കുറച്ച് പേര് ഒരു പോലീസ് സ്റ്റേഷനിൽ പെടും. കുറച്ച് പേര് പുറത്ത് വിടും. അങ്ങനെ അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇവർ പെട്ടിട്ട് അവിടുന്ന് അവരെങ്ങനെ ഇവർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുമോ, ഇവർ ആരൊക്കെ സർവൈവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കുറച്ച് സീക്വൻസുകളും പോകുന്നുണ്ട്. ഇതാണ് മെയിൻ ക്യാരക്ടർ, ഇതാണ് മെയിൻ പ്രോട്ടഗോണിസ്റ്റ്, ഇതാണ് ആന്റഗോണിസ്റ്റ് എന്നൊക്കെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചാവാം. ദെൻ ആ ഒരു 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 വയലന്റ് നേച്ചർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ബ്രൂട്ടാലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ സോംബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കയറിപ്പോയി അടിക്കാൻ പറ്റുന്ന, നമ്മൾ തലക്കടിച്ച് കൊല്ലും, നമ്മൾ വാക്കിംഗ് ഡെഡിലൊക്കെ കണ്ട ആ പരിപാടിയല്ല. റിയൽ ഔട്ട്ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്ങനെ അതിനെ ഇപ്പോൾ ചില സോംബി പടങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ചിരിക്കാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. ആ ഒരു ടെറർ ഫീല് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ഒരു ഒരു പക്കാ ഹൊറർ പടം കാണുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് പേടിയാവും. ചില സീക്വൻസുകളിലൊക്കെ അവരിങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ, അവരുടെ ഹോഡ് അവിടെ നിൽക്കുന്നത് കാണുമ്പോഴൊക്കെ തന്നെ നമുക്ക് പേടിയാവുന്ന രീതിയിൽ പല സീക്വൻസുകളും ഒരുക്കിയിട്ടുണ്ട്. സോ വെറും 1 1/2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട് സ്റ്റേ ചെയ്ത് നമുക്ക് നല്ല കണക്ഷൻ കിട്ടും. ഇനീഷ്യലി നമുക്ക് ആ ഒരു സ്ഥലം കിട്ടും. ആ ഒരു ടെറൈൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു 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 പാടത്തിന് നടുക്ക്കൂടെ ഒരു ഒരു റോഡുണ്ട്. അതിന് തൊട്ട് ഒരു അറ്റത്തായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. മറ്റേ അറ്റത്തായിട്ടൊരു വീടുണ്ട്. അവിടെ ഒരു ഹൗസ് വാമിംഗ് നടക്കുന്നുണ്ട്. എന്നിങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. സോ അവിടെ തന്നെയാണ്, അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് ഈ സാധനങ്ങൾ അല്ലെങ്കിൽ പടങ്ങൾ ഫുള്ളായിട്ട് നടക്കുക. സോ അതുകൊണ്ട് നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചൊക്കെ നമുക്ക് ഇമോഷണലി അറ്റാച്ച് ആവുന്ന കുറച്ച് ക്യാരക്ടർ ഡെവലപ്മെന്റുകളൊക്കെ തന്നെ ഉള്ള നല്ല എൻഗേജിംഗ് ആയിട്ടുള്ളൊരു ത്രില്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ത്രൂ ഔട്ട് നല്ല, ഒരിക്കലും നമുക്കൊരു ബോറടി ലാഗടിയൊന്നും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാം. സ്ഥിരം കണ്ടു മടുത്ത ആ ഒരു ജോണർ തന്നെയാണെങ്കിലും ഇത് പക്ഷേ ഒരു നല്ല അറ്റംപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് തോന്നി. സോ സോംബി ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എലിക്സർ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഐ തിങ്ക് വേറെ ഡബ്ബോ സബ്ബൊന്നുമില്ല. ഒറിജിനൽ ഡബ്ബിൽ തന്നെ കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.